ജനറൽ മിക്കി എന്ന് പറയുന്ന ഒരു പുണ്യപ്പെട്ട വ്യക്തി എന്ന് പറയാൻ പറ്റത്തില്ല. 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മിക്കി കൊച്ച് മരിക്കുമ്പോൾ. 15 വർഷമേ മിക്കി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരുന്നുള്ളൂ. നമുക്കറിയാം, യൂറോപ്പിലെ 100-150 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന യൂറോപ്പൊന്നും അല്ലായിരുന്നു. പട്ടിണിയും പിന്നെ പിടിച്ചുപറിയും അങ്ങനെ ഒരു വല്ലാത്തൊരു യൂറോപ്പായിരുന്നു അന്നത്തെ കാലത്ത് യൂറോപ്പ്. അപ്പോൾ ഈ മിക്കി എന്ന് പറയുന്നത് ഡോൺ ബോസ്കോയുടെ അനാഥ മന്ദിരത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ കുടുംബങ്ങളും ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മക്കളൊക്കെ ഭയങ്കര അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നത് കൊണ്ട് ഡോൺ ബോസ്കോ അനാഥ മന്ദിരങ്ങൾ കുറേ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഡോൺ ബോസ്കോ നേരിട്ട് നടത്തുന്ന അനാഥ മന്ദിരത്തിലൊരു കുട്ടിയായിട്ട് വന്നതാണ് മിക്കി. മിക്കി അറിയപ്പെടുന്നത് ജനറൽ മിക്കി എന്നാണ്. കാരണം മിക്കി ആ ഒരു കൂട്ടത്തിൽ അത്യാവശ്യം തൻ്റെയൊരു സ്വഭാവമുള്ളവരും അങ്ങനെ ഒരു നേതൃത്വ ഗുണമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മിക്കി. അപ്പോൾ മിക്കിയുടെ ആ ഒരു സമയത്ത് മിക്കിയുടെ ആ പ്രദേശത്തൊക്കെ എല്ലാവരും ആ കുട്ടികളൊക്കെ ഭയങ്കര അരക്ഷിതാവസ്ഥയിലായിരുന്നതുകൊണ്ട് അവരിങ്ങനെ പിടിച്ചുപറി ചെറിയ മോഷണം അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊരു നേതാവായതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും അവനെ ജനറൽ മിക്കി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു തൻ്റെ മോൻ ഇങ്ങനെ പോണതുകൊണ്ട്. എന്നിട്ട് ഡോൺ ബോസ്കോയുടെ അടുത്ത് നല്ല ശിക്ഷണം ഉണ്ടാകും, നല്ല രീതിയിൽ ഡോൺ ബോസ്കോ കുട്ടികളെ വളർത്തുമെന്ന് കണ്ടതുകൊണ്ട് മിക്കീനെ ഡോൺ ബോസ്കോയുടെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ അമ്മയുടെ പേര് സാറ എന്നായിരുന്നു. അമ്മയ്ക്കത് ഭയങ്കര സങ്കടമായിരുന്നെങ്കിൽ കൂടിയും അങ്ങനെ വിടുകയാണ്. അപ്പോൾ ഈ സമയത്ത് മിക്കിയുടെ അപ്പൻ ജോവാൻ എന്നാണ് പേര്. മിക്കിയുടെ അപ്പൻ ജയിലിലായിരുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അതിക്രമങ്ങളൊക്കെ കാണിച്ച് ജയിലിലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് മിക്കി ജീവിച്ചുകൊണ്ടിരുന്നത്. ഡോൺ ബോസ്കോയുടെ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഡോൺ ബോസ്കോ മിക്കീനെ പ്രത്യേകം കരുതുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല വശങ്ങളൊക്കെ ഉണ്ട് എന്ന് ഡോൺ ബോസ്കോക്ക് മനസ്സിലായിട്ട് അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവനൊരു വിശുദ്ധ വ്യക്തിയാകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോൺ ബോസ്കോ അവനെ സ്നേഹം കൊടുക്കുന്നു. എന്നിട്ട് അവൻ ഇത്ര നാൾ തല്ലിപ്പൊളിയായിട്ടാണ് വളർന്നത്. അവനൊരു അനാഥ മന്ദിരത്തിൻ്റെ ഒരു ശിക്ഷണത്തിലേക്ക്, അവിടുത്തെ ചിട്ടവട്ടങ്ങളിലേക്ക് അവൻ പതിയെ വരികയാണ്. പലപ്പോഴും അവനൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൻ്റെ തനത് സ്വഭാവം പുറത്തേക്ക് വരും. ഇവൻ്റെ സ്വഭാവം ഇവൻ നല്ലതായി പോകുമെന്ന് കൊണ്ട് അനാഥ മന്ദിരത്തിലെ കുട്ടികൾ ഇവനെ മനഃപ്പൂർവ്വം പ്രകോപിപ്പിക്കുക ചെയ്യുമായിരുന്നു. പക്ഷേ പതിയെ അവൻ കർത്താവിനെ അറിയുകയും ദിവ്യബലിയിൽ കൂടെ പങ്കെടുക്കുകയും പരിശുദ്ധമ്മയോട് മാനസം യാചിക്കുകയും അവൻ്റെ തല്ലിപ്പൊളി സ്വഭാവം വിട്ട് അവൻ ആ അനാഥ മന്ദിരത്തിൽ തന്നെ ഒരു ജനറലാകുകയും കുട്ടികളുടെ നല്ല നേതൃത്വ ഗുണമുള്ള ആകുകയും അവൻ്റെ പാടാനുള്ള കഴിവൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അവനെ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവൻ എങ്ങനെയാണോ അനാഥ മന്ദിരത്തിലേക്ക് വന്നത് അതിലേക്കാളുപരി അതിശയിപ്പിക്കുന്ന രീതിയിൽ അവൻ ആ അനാഥ മന്ദിരത്തിലെ ഏറ്റവും നല്ല കുട്ടിയാവുകയും ചെയ്യണം. പെട്ടെന്ന് ഡോൺ ബോസ്കോക്ക് അറിയാമായിരുന്നു ദൈവം ഇവനെ പെട്ടെന്ന് വിളിക്കുമെന്ന്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ വയറ്റിലെ ഒരു അസുഖം വന്ന്, വയറുവേദനയായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖം വന്ന് ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ദൈവം അവനെ വിളിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബുക്ക് വായിച്ചത് സത്യം പറഞ്ഞാൽ ഈ ഒരു 60 പേജ് ബുക്ക് ഒറ്റയിരുപ്പിനാണ് ഞാൻ വായിച്ചു തീർത്തത്. മിക്കി ഇതൊരു വിശുദ്ധനായിട്ടില്ല, എനിക്ക് തോന്നുന്നു വാഴ്ത്തപ്പെട്ടവനായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഉടനെ തന്നെ വിശുദ്ധനാകും. എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു ബുക്കാണ് ജനറൽ മിക്കിയുടെ ബുക്ക്. ഞാൻ പണ്ട് ഈ മിക്കിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ജനറൽ എന്ന വാക്ക് എങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ബുക്ക് വായിച്ചപ്പോഴേക്കും എനിക്ക് ശരിക്കും മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമുക്ക് ഒത്തിരി മോട്ടിവേറ്റഡ് ആണ്. കാരണം എല്ലാ ജീവിത സാഹചര്യത്തിലും, പാവപ്പെട്ടവനോ പണക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാ ജീവിത സാഹചര്യത്തിലും വളർന്ന വ്യക്തിക്ക് വിശുദ്ധനാകാം. മിക്കിക്ക് വിശുദ്ധനാകാമെങ്കിൽ എനിക്ക് വിശുദ്ധനാകാമെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വിശുദ്ധനാകാം. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവത്തോട് ചേർന്നിരുന്ന അനേകം വിശുദ്ധരുടെ ബുക്കുകളൊക്കെ നമുക്ക് വായിക്കാം. അത് നമുക്കൊരു പ്രചോദനമാകട്ടെ. ആമേൻ.